അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ല തഖീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങൾ, അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെയാണ്. പരലോകത്ത് അന്ധനായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരാളെപ്പറ്റി ഖുർആൻ സൂറത്തു ത്വാഹയുടെ 124 മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ളങ്ക. എൻ്റെ ദൃഷ്ടാന്തത്തിനെ അവഗണിച്ചാൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങളെ നാം കുടുസാക്കും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. കണ്ണുപൊട്ടനായി നാം അവനെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. അപ്പോൾ അവൻ ചോദിക്കും, കാല റബ്ബി ലിമ ഹശർതനി അഅ്മ. എന്തേ റബ്ബെ എന്നെ കണ്ണുപൊട്ടനായി നീ ഒരുമിച്ച് കൂട്ടിയത്? ഒക്കെ അത് കുന്തു ബസീറ, ഞാൻ കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ റബ്ബെ. അപ്പോൾ അള്ളാഹു പറയും, കാല കദാലിക അതത്ക ആയാതുന ഫനസീതഹ. നിനക്ക് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ നീ മറന്നു അതൊക്കെ. വകദാലികൽ യൗമ തുൻസ. അതുപോലെ ഇന്നത്തെ ദിവസം ഞാൻ നിന്നെയും മറക്കുന്നു. വകദാലിക നജ്സി മൻ അസ്റഫ വലം യുഅ്മിൻ ബി ആയാതി റബ്ബി. അതായത് ഇതുപോലെ അതിരുവിട്ട് കടന്നവർ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അംഗീകരിക്കാത്ത ആളുകൾ, അവർക്കൊക്കെ നൽകുന്ന പ്രതിഫലം ഇങ്ങനെയാണ്. വലഅസാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖ. പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയാവട്ടെ ഏറ്റവും കഠിനമേറിയതും അത് ശേഷിക്കുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ആ ആയത്തുകൾ, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ആയത്തുകൾ സമാപിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം, അള്ളാഹുവിൻ്റെ ദിക്റുള്ള എന്ന് പറഞ്ഞതിനെ അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് ചിന്തിക്കാതിരിക്കുക, അത് മനസ്സിലാക്കാതിരിക്കുക, അത് അവഗണിക്കുക, അവർക്ക് പരാജയമാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് സത്യവിശ്വാസികളെ, നിങ്ങളെ സമ്പത്തുകളോ നിങ്ങളെ സന്താനങ്ങളോ ജോലിയാക്കരുത്. വമൻ യഫ്അൽ സാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ നിങ്ങളതിനെ അത് ജോലിയായാൽ, അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ, അള്ളാഹുവിൻ്റെ സ്മരണയെ വിട്ടുകൊണ്ട് നിങ്ങൾ മറ്റൊരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മാറ്റിമറിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നിങ്ങൾ പരാജയപ്പെട്ടവരാണ്. ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ലാ യുശ്ഗിലുക്കും തദ്ബീറുഹാ വൽഇഖ്തിമാമു ബിഹാ അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ചിന്തിക്കലിനെ നിങ്ങൾ ജോലിയാക്കാതിരിക്കട്ടെ. അതിനെ അള്ളാഹുവിൻ്റെ ദിക്റിനെ ശ്രദ്ധിക്കലിനെ തൊട്ട് നിങ്ങളെ ജോലിയാക്കാൻ പാടില്ല. മഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ഒരു യാത്രയിൽ പറയുന്നുണ്ട്, ഉപകാരമുള്ള ഒരു വർത്തമാനം എനിക്ക് നബിയെ അങ്ങ് പറഞ്ഞു തരണം. എല്ലാം ഉപകാരമുള്ളതാണ്. അവരുദ്ദേശിച്ചത് ദുന്യാവും ആഖിറവും വിജയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സന്ദേശം അറിയിച്ചു തരണമെന്നായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഉത്തരം അങ്ങനെയാണ് വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നറത്തും ഐശ സഅദ. ഒരു വിജയപ്രദമായ ജീവിതം നീ ഉദ്ദേശിച്ചാൽ, വമൗത ശുഹദാക്കള മരണം നീ ഉദ്ദേശിച്ചാൽ, വന്നജാത യൗമുൽ ഹശ്ർ അന്ത്യനാളിൽ രക്ഷ നീ ഉദ്ദേശിച്ചാൽ, വളില്ല യൗമുൽ ഹർ കഠിനച്ചൂടുള്ള ദിവസത്തെ ഒരു തണൽ നീ ഉദ്ദേശിച്ചാൽ, വൽ ഹദിയ മിനൽ ളലാല വഴികേടിൽ നിന്ന് സന്മാർഗത്തെ നീ ഉദ്ദേശിച്ചാൽ, ഫഅദീമു ഖിറാഅത്തൽ ഖുർആൻ ഖുർആൻ ഓതലിനെ നീ പതിവാക്കുക. ഫഇന്നഹു കലാമുർ റഹ്മാൻ. അത് അള്ളാഹുവിൻ്റെ
കലാമാണ്, അള്ളാഹുവിൻ്റെ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. വഹിസ്നും മിന ഷെയ്ത്വാൻ, ഷെയ്ത്വാനിൽ നിന്നുള്ള കാവലാണ്. മാത്രമല്ല മിസാൻ എന്ന തുലാസിൽ അത് കനം കൂടുന്നതാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കാരണം ഖുർആനിൻ്റെ കുറിച്ചുള്ള ചിന്തയും ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ജീവിതവും ഏറ്റവും അഫ്ളലായ ഒരു അമലാണ്. അഫ്ളലു ഇബാദത്തി ഉമ്മത്തി ഖിറാഅത്തുൽ ഖുർആൻ. എൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ആരാധന അത് ഖുർആൻ പാരായണമാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് മഹാന്മാർ വിശദീകരിക്കുന്നു. ഫഅലൽ മുകല്ലിഫി, എല്ലാ മുകല്ലിഫിൻ്റെ മേലും അത്യാവശ്യമാണ് അയ്യഷ്തഗില ബിതഅല്ലുമിഹി വഖിറാഅതി, ഖുർആൻ പഠിക്കലും ഖുർആൻ പാരായണം ചെയ്യലും ഒരു മുകല്ലഫായൊരു മനുഷ്യൻ്റെ മേൽ ബാധ്യതയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈർ നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.